കൂട്ടുകാരെ, ഒരു കുട്ടി കഥ കേട്ടാലോ? കഥയുടെ പേര് നല്ല വഴി സ്വന്തം വഴി. ചെരുപ്പ് കടയുടെ മുൻപിൽ സെയിൽസ്മാനെ ആവശ്യമുണ്ട് എന്ന ബോർഡ് കണ്ട് ഒരു യുവാവ് അവിടെ എത്തി. ഉടമസ്ഥൻ അയാളുടെ കയ്യിൽ ഒരു ജോഡി ചെരുപ്പ് നൽകിയിട്ട് 500 രൂപയ്ക്ക് വിൽക്കാൻ ആവശ്യപ്പെട്ടു. 600 രൂപയ്ക്ക് വിൽക്കാമെന്ന് യുവാവ് പറഞ്ഞു. ആദ്യ ഇടപാടുകാരൻ എത്തിയപ്പോൾ പല ചെരുപ്പുകൾ കാണിക്കുന്നതിനൊപ്പം യുവാവ് ആ ചെരുപ്പം പരിചയപ്പെടുത്തി. ഇഷ്ടപ്പെട്ടെങ്കിലും വില കൂടുതലാണെന്നും തന്റെ കയ്യിൽ 600 രൂപ ഇല്ലെന്നും പറഞ്ഞ് ഒരാൾ ആ കടയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ബാക്കി തുക അടുത്ത ദിവസം തന്നാൽ മതിയെന്ന നിബന്ധനയിൽ 400 രൂപ അദ്ദേഹം വാങ്ങിച്ചു. യുവാവ് ചെരുപ്പ് കൊടുത്തു. എല്ലാം കണ്ട് ദേഷ്യം പൂണ്ടു നിന്ന ഉടമസ്ഥനോട് യുവാവ് പറഞ്ഞു, അയാൾ നാളെ ഉറപ്പായും വരും. ഒരേ കാലിനുള്ള 2 ചെരുപ്പുകളാണ് ഞാൻ നൽകിയത്. കുഞ്ഞുങ്ങളെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? പാരമ്പര്യ വഴികൾ പഴയ പരിണത ഫലങ്ങൾ മാത്രമേ സമ്മാനിക്കൂ. എളുപ്പമുള്ള ചില മാർഗങ്ങളുണ്ട്, മറ്റുള്ളവർ പരീക്ഷിച്ച് വിജയിച്ച രീതികൾ. ആളുകളെയും അവരുടെ മികവിനെയും വിലയിരുത്തുമ്പോൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. പുറമേ പ്രകടിപ്പിക്കുന്നതിന് അപ്പുറമുള്ള സ്വത്വം എന്താണ്? ചട്ടക്കൂടില്ലാതെ വിട്ടാൽ ഏതറ്റം വരെ പോകും? തനി വഴി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ടോ? സ്വയം വെട്ടിത്തെളിച്ച ഏതെങ്കിലും വഴികളുണ്ടോ? സ്വന്തം പ്രകടനത്തെ വിലയിരുത്താൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്കും ഇത്തരം ചിന്തനകൾ ഉപകാരപ്പെടും. മറ്റൊരാളുടെ വഴികൾ പകർത്തുമ്പോൾ അപകർഷവും അസ്വാഭാവികതയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സ്വയം കണ്ടെത്തുന്ന വഴികളിൽ മനസ്സാന്നിധ്യമുണ്ടാകും. മുൻഗാമികൾ ഒന്നുമില്ലാത്തതുകൊണ്ട് മറ്റാരെങ്കിലും ആശ്രയിക്കാമെന്ന ധാരണയുണ്ടാകില്ല. സ്വയം തീർക്കുന്ന വഴികളിൽ പരസഹായമില്ലാതെ നടക്കാൻ എല്ലാവർക്കും അറിയാം. സ്വന്തം വഴി തിരഞ്ഞെടുക്കാൻ നമുക്ക് ഒന്നിച്ച് പ്രയത്നിക്കാമോ? താങ്ക് യു.